കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വരുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്ത കൂടിയാണ് നമ്മൾ ഈ നിമിഷം പങ്കുവെക്കുന്നത്. ഉധംപൂരിൽ കടുത്ത രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഭീകരരുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം കൃത്യമായ കോമ്പിംഗ് നടത്തുന്നുണ്ട് സൈന്യം. അതിനിടയിലാണ് ഉധംപൂരിൽ ഭീകരരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സൈന്യം കടന്നത്. ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി അവിടെ നിന്ന് വരുന്ന വിവരം. പി ബസന്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, ഉധംപൂരിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു എന്ന വാർത്ത വരികയാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? മാധു, അല്പസമയം മുമ്പാണ് ഇപ്പോൾ സേനയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓപ്പറേഷൻ ബിർലി ഗലി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഉധംപൂരിലെ സൈനിക നടപടിക്ക്. ഉധംപൂരിലെ ബസന്ത് ഗഡിലെ ദുദു മേഖലയിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലിൽ ഇപ്പോൾ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു എന്നാണ് സേന അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഏറ്റുമുട്ടലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരിക്കേറ്റ ഈ സൈനികനെ പിന്നീട് ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും മരിച്ചു എന്നുള്ള വിവരമാണ്, അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ സേന പങ്കുവെക്കുന്നത്. സസ്റ്റെയിൻ ഗ്രീവിയസ് ഇഞ്ചുറീസ് ഇൻ ദ ഇനിഷ്യൽ എക്സ്ചേഞ്ച് ആൻഡ് ലേറ്റർ സക്കംഡ് ഡിസ്പൈറ്റ് ബെസ്റ്റ് മെഡിക്കൽ എഫേർട്സ് എന്നാണ് സേന അറിയിക്കുന്നത്. ഓപ്പറേഷൻസ് റിമെയിൻസ് ഓൺ ഗോയിങ്, അതായത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ സേന വ്യക്തമാക്കുന്നത്. പെഹൽഗാമിന് ശേഷം രണ്ടിടത്ത് കഴിഞ്ഞ ദിവസം ബാരാമുള്ളയിലും അതോടൊപ്പം തന്നെ കുൽഗാമിലും ഇന്നലെ ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. 2 ഭീകരരെയാണ് ഇന്നലെ ബാരാമുള്ളയിൽ വധിച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ബസന്ത് ഗഡിൽ ദുദു മേഖലയിൽ ഇന്ന് രാവിലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഒരു വ്യക്തമായ ഇന്റലിജൻസ് സന്ദേശത്തെ തുടർന്നാണ് സംയുക്ത ഓപ്പറേഷൻ അല്ലെങ്കിൽ ജോയിന്റ് ഓപ്പറേഷൻ തുടങ്ങിയതെന്നാണ് സേന അറിയിക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസുമായി ചേർന്ന് സേന നടത്തിയ ഈ ഏറ്റുമുട്ടലിൽ ഭീകരരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഒരു സൈനികന് വീരമൃത്യു ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സേന അറിയിക്കുന്നത്. തീർച്ചയായിട്ടും ബസന്ത്.